നമുക്കറിയാം ട്രംപ് അധികാരത്തിലേറിയ അന്ന് മുതൽ പറയുന്ന ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അനധികൃതമായിട്ട് അമേരിക്കയിൽ കുടിയേറിയവരെ പുറത്താക്കുമെന്നുള്ളത്. ഇപ്പൊ ആ ട്രംപ് അത് ഇന്ത്യക്കാരടക്കം ഒരുപാട് പേരെ അദ്ദേഹം പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന്റെ പുതിയ നടപടി എന്ന് പറയുന്നത് $50 ലക്ഷം നൽകുകയാണെങ്കിൽ അമേരിക്കൻ പൗരത്വം നൽകുമെന്നാണ്. അപ്പൊ ഈ ട്രംപിന്റെ ഈ നടപടിയിൽ എന്താണ് തോന്നുന്നത്? ഈ $50 ലക്ഷം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു ഇന്ത്യൻ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ 43.5 കോടിയോളം വരും. അത് അത്രയും കോടിയോളം കൊടുത്ത് ആ ഒരു വിസ നേടുക എന്ന് പറയുന്നത് അതിസമ്പന്നർക്ക് മാത്രമായിരിക്കും അത് ലഭിക്കാനും ചാൻസ് വളരെ കൂടുതലുള്ളൂ. സമ്പന്നരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് പറയുന്നത്. കാരണം സാധാരണക്കാരായ ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ അത്രയും പൈസ കൊടുത്തിട്ട് അമേരിക്കൻ പൗരത്വം നേടാൻ കഴിയില്ല. കാരണം ഇപ്പൊ നമുക്കറിയാം ഈ 30-40 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ടായിരിക്കും അവർ അമേരിക്കയിൽ എങ്ങനെയും ഒന്ന് ഒരു ജോലിക്കേലും കയറി പറ്റുന്നത്. അപ്പം ഇത്രയും കോടി ഡോളറൊക്കെ കൊടുത്തിട്ട് അമേരിക്കൻ പൗരത്വം നേടാനുള്ള ഒരു വഴിയും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കില്ല. അപ്പം ട്രംപിന്റെ ഈ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? സമ്പന്നരെ തന്നെ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ട്രംപ് ഇങ്ങനെ ഒരു നയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആള് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് രാജ്യത്തിന്റെ ആ ഒരു പുരോഗതി തന്നെയാണ്, വികസനത്തിന് വേണ്ടിയിട്ട്. അപ്പം മറ്റു രാജ്യങ്ങളിൽ നിന്നായാലും അമേരിക്കൻ പൗരത്വം ലഭിക്കണമെന്ന് ആഗ്രഹമുള്ള അതിസമ്പന്നരായിട്ടുള്ള മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുന്ന തരത്തിലുള്ള അത്രയും വളർന്നിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അമേരിക്കൻ പൗരത്വം നേടാൻ കഴിയുകയുള്ളൂ. അനധികൃതമായി കുടിയേറ്റക്കാരെ ഒഴിവാക്കുമ്പോൾ പോലും അങ്ങനെയുള്ളവരാരും ഇവിടെ വേണ്ട. അതെ, ട്രംപ് പറഞ്ഞത് മയക്കുമരുന്ന്, അതുപോലെ അനാവശ്യമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, ഇതൊക്കെ വരുന്നത് കൂടുതലും അനധികൃതമായിട്ട് അമേരിക്കയിലേക്ക് കുടിയേറിയവരിൽ നിന്നാണെന്നായിരുന്നു. അപ്പം അത്തരത്തില് അമേരിക്ക പൂർണ്ണമായിട്ട് വികസിപ്പിക്കുക, പിന്നെ ഒരു രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ അമേരിക്കയിൽ നടക്കരുത്, അങ്ങനെ കർശനമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു ട്രംപ് അധികാരത്തിലേറിയതോടെ എടുത്തത്. അതുപോലെ തന്നെ അവിടെ പൗരത്വം കൊടുക്കുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷനും ഉണ്ടായിരുന്നു. കാരണം വിമാനത്തിൽ മുകളിലോ, അതായത് ആകാശത്തിന് മുകളിലോ അല്ലെങ്കിൽ താഴെയോ നമുക്ക് അനധികൃതമായി വന്നിട്ടുള്ള ആൾക്കാരിലെ ഗർഭിണികളാവുന്ന അല്ലെങ്കിൽ ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് പൗരത്വം ലഭിക്കില്ല എന്ന രീതിയിലേക്കും ഒരു ഉണ്ടായിരുന്നു. കർശനമായിട്ടാണ് ട്രംപ് തന്റെ നടപടികളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പം ഇത്തരത്തിൽ ഇപ്പം ഈ പ്രഖ്യാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ സമ്പന്നത ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അമേരിക്കയുടെ വികസനം, കൂടുതലും അമേരിക്കയെ സമ്പന്നമാക്കുക, ലോക ശക്തിയാക്കി നിലനിർത്തുക എന്ന് തന്നെയാണ് ട്രംപിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതെ, ട്രംപ് ഇപ്പൊ രണ്ടാമത്തെ അധികാരത്തിൽ കയറി കഴിഞ്ഞിട്ട് ഒരുപാട് നിയമങ്ങൾ ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ ആയാലും, പിന്നെ നമുക്ക് ഇസ്രായേലിന് വേണ്ടിയിട്ട് ആണവായുധങ്ങൾ കൊടുക്കുന്നതിനായാലും, അങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ടെൻഷനായിരുന്നു, ഇനി പുതിയതായിട്ട് എന്തായിരിക്കുമെന്ന്. ഇതിപ്പോ വീണ്ടും ഒരു തിരിച്ചടി തന്നെയാണ്. ആർക്കും അങ്ങനെ അവിടെ പോയി പൗരത്വം ലഭിക്കില്ല എന്നൊരു അവസ്ഥ, അതായത് കുടിയേറ്റക്കാരെ ഓൾറെഡി ഒഴിവാക്കുന്ന രീതി, അതിന്റെ കൂടെ തന്നെ ഇനി അതിസമ്പന്നൻ മാത്രം മതി ഇവിടെ എന്നൊരു രീതിയിലേക്ക് മാറുമ്പോൾ അവിടെ ഉള്ളവർക്ക് തന്നെ ഒരു ഭീഷണിയാണ്. അതിപ്പം അവിടെ ഓൾറെഡി ഉള്ള കുടിയേറ്റക്കാരായിട്ടുള്ള ആൾക്കാരായാലും നമ്മുടെ ഇന്ത്യൻ പൗരന്മാരായാലും അതുപോലെ തന്നെ അവിടെ പഠിക്കാൻ ചെല്ലുന്നവരായാലും എല്ലാവർക്കും അതൊരു ഭീഷണി തന്നെയാണ്. കാരണം ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന തന്നെ ലൈഫ് ഒന്ന് സെറ്റിൽഡ് ആകുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. അപ്പം കടം മേടിച്ചും അങ്ങനെയൊക്കെ പോകുന്നവരെ ഒറ്റയടിക്കാണ് ട്രംപ് അധികാരത്തിൽ ഒറ്റയടിക്ക് ഇന്ത്യക്കാർ ഉൾപ്പെടെ കുറെ പേരെ ഇപ്പം വിമാനത്തില് അമേരിക്കയിൽ നിന്ന് നാട് കടത്തിയിരുന്നു. അപ്പം ഇപ്പൊ പുതിയൊരു പ്രഖ്യാപനം നടത്തുന്നതിന്റെ പിന്നിൽ എന്താണെന്നുള്ളത് ട്രംപിനെ പറയാൻ പറ്റൂ. കാരണം അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളൊന്നും, പുടിൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രംപ് ഒരിക്കലും അപ്പോഴത്തെ വാശിക്കോ പെട്ടെന്ന് എടുത്തുചാടി എടുക്കുന്ന തീരുമാനങ്ങളല്ല, അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള കണക്കുകൂട്ടലും കാര്യങ്ങളും എല്ലാം കൊണ്ടാണ് അദ്ദേഹം നടത്തുന്നത്. അപ്പൊ അദ്ദേഹം നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തണം എന്നുള്ളത്. പക്ഷെ ഇപ്പം അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനും എത്ര പേര് മുന്നോട്ട് വരും എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതെ, ഇത് ശരിക്കും ഒരു മാസ്റ്റർ പ്ലാൻ ട്രംപിന്റെ മാസ്റ്റർ പ്ലാൻ ആണെന്ന് തന്നെ പറയാം. കാരണം എപ്പോഴും ട്രംപ് നോക്കുന്ന അമേരിക്ക എങ്ങനെയും സുരക്ഷിതമാക്കുക, ലോകശക്തിയായിട്ട് നിലനിർത്തുക എന്നത് തന്നെയാണ്. അപ്പൊ അതിന് ഏതൊരു രാജ്യത്തിനെതിരെയാണെങ്കിലും, ഇപ്പം ചൈനക്കെതിരെ, മെക്സിക്കോ, അങ്ങനെ പല രാജ്യങ്ങൾക്ക്, ലോകരാജ്യങ്ങൾക്കെതിരെ നികുതിയിലൂടെ ആണെങ്കിലും കുടിയേറ്റ നടപടികളിലൂടെ ആണെങ്കിലും ട്രംപ് നല്ല രീതിയിൽ തിരിച്ചടിക്കുന്നുണ്ട്. അപ്പം ട്രംപിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. നമ്മളിപ്പോ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആ ഒരു അമേരിക്കയുടെ ശക്തി എന്ന് പറയുന്നത് സൈനിക ശക്തി ആയാലും അതിന്റെ ആയുധങ്ങളുടെ ശക്തി ആയാലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അമേരിക്കയാണ്. മറ്റുള്ള രാജ്യങ്ങൾക്ക് ഭയമാണ് അമേരിക്കയെ. കാരണം അവർക്ക് തോൽപ്പിക്കാൻ കഴിയുമോ എന്നുള്ള, കാരണം അത്രയും മാത്രം ആണവായുധങ്ങളായാലും സൈനിക ശക്തി ആയാലും എല്ലാ കാര്യത്തിലും വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് അമേരിക്ക നിൽക്കുന്നത്.
അതുകൊണ്ടാണ് പലരും അമേരിക്കനെ നേരിട്ട് പോലും പ്രത്യക്ഷത്തിൽ അവരങ്ങനെ പ്രത്യക്ഷത്തിൽ യുദ്ധത്തിനായിട്ട് അതെ, പോവാത്തത്. അമേരിക്ക പ്രത്യക്ഷത്തിൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ പോലും പല രാജ്യങ്ങളുടെയും യുദ്ധങ്ങളിൽ കൂടുതൽ സൈനികമായിട്ടുള്ളതും അതുപോലെ ഡോളർ കണക്കിനുള്ള സഹായങ്ങൾ നൽകുന്നത് അമേരിക്കയാണ്. ഇപ്പൊ നമുക്ക് ഇസ്രായേലിനെ തന്നെ അറിയാം. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ ടൺ കണക്കിന് ബോംബുകൾ നൽകി സഹായിച്ചിട്ടുള്ളത് അമേരിക്കയാണ്. അപ്പൊ കഴിഞ്ഞിടയ്ക്ക് എന്ന മനുഷ്യാവകാശ സംഘടന തന്നെ പറഞ്ഞിരുന്നതും ഈ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ കുറ്റവാളികൾ, ഏറ്റവും കൂടുതൽ തെറ്റുകൾ അതിനെ സപ്പോർട്ട് ചെയ്തത് ബൈഡനും ട്രംപും ആയിരുന്നതായിരുന്നു. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് സ്വന്തം രാജ്യത്തെ കൂടുതൽ ശക്തിയാക്കാൻ വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളെ അവർക്ക് ആയുധപരമായിട്ടും സൈനികമായിട്ടും ഒരുപാട് സഹായങ്ങൾ നൽകി ചെയ്യുന്നത് ശരിക്കും യഥാർത്ഥത്തിൽ തെറ്റാണ്. പക്ഷെ അത് അവര് ഒരു ഭരണാധികാരി എന്ന നിലയിൽ സ്വന്തം രാജ്യത്തെ കൂടുതൽ വികസിപ്പിക്കാനാണ് അവര് നോക്കുന്നത്. കാരണം ഇസ്രായേലിന്റെ കുറച്ചും കൂടി എന്താണ് ഒരു ചായ്വ് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു രാജ്യങ്ങളുടെ ചായ്വ് കിട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെ ആണെങ്കിലും റിയലിസ്റ്റിക് പ്ലേസ് ആക്കി മാറ്റാനായിട്ടുള്ള ഒരു നടപടിയാണ്. കാരണം അവിടുത്തെ ആളുകളെല്ലാം മുഴുവൻ മാറ്റി പാർപ്പിച്ചിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം അവരെ അയൽ രാജ്യങ്ങളെ അറബ് കൺട്രീസിനോട് ഏറ്റെടുക്കാൻ പറഞ്ഞിട്ട് അവിടെ ഒരു റിയൽ എസ്റ്റേറ്റ് പ്ലാൻ ആണ് ട്രംപ് മുന്നോട്ട് കൊണ്ടുവന്നത്. പക്ഷെ അതിനെയൊന്നും ഒരു രാജ്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതെ, കാരണം ഗാസ നിവാസികൾ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അവർക്ക് അവരുടെ ഇതായിട്ടുള്ള സ്ഥലം മാത്രം മതി, ഞങ്ങൾ എങ്ങോട്ടേക്കും പോകില്ല എന്ന രീതിയിലായിരുന്നു. അതൊരു തിരിച്ചടിയായിരുന്നു ട്രംപിന്. പക്ഷെ അത് എത്രമാത്രം യാഥാർത്ഥ്യമാകുമെന്നും അറിയാൻ പറ്റില്ല. റഷ്യ യുക്രൈൻ യുദ്ധം തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ അവര് സെലൻസ്കിയുമായിട്ട് ചർച്ചയ്ക്ക് പോവുകയാണ്. പക്ഷെ എങ്കിൽ പോലും അമേരിക്ക നിൽക്കുന്നത് റഷ്യക്കൊപ്പമാണ്. അപ്പൊ യുക്രൈനെ പൂർണ്ണമായിട്ടും പിന്തള്ളാണ് അമേരിക്ക ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ഇപ്പൊ ട്രംപ് അധികാരത്തിലേറെ ഉടനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെടിനിർത്തൽ കരാർ. അദ്ദേഹം ജനുവരി 20 അദ്ദേഹം അധികാരത്തിലേറി 19 വെടിനിർത്തൽ കരാറും പ്രാബല്യത്തിൽ വന്നു. എന്നിട്ട് പോലും ഇസ്രായേലിന് കൂടുതലും ഇതുപോലെ യുദ്ധത്തിലേക്ക് വീണ്ടും പോകുന്നത് അമേരിക്ക ഒപ്പം നിൽക്കുന്നുള്ള പിന്തുണ, അമേരിക്കയുടെ പിന്തുണ ഉണ്ടെന്നുള്ള ഉറപ്പിന്മേലാണ്. നെതന്യാഹു തന്നെ അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്ക ട്രംപ് ഞങ്ങൾക്കൊപ്പം പൂർണ്ണ പിന്തുണ നൽകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഈ എല്ലാവരും കുറച്ചു പേരിൽ നിന്ന് ലോകരാജ്യങ്ങൾ കൂട്ടുനിന്നിട്ട് മറ്റുള്ളവരെ തകർക്കുക, സ്വന്തം രാജ്യത്തെ വികസിപ്പിക്കുക എന്നതാണ് എല്ലാ ലോക നേതാക്കളുടെയും ലക്ഷ്യം. അതെ, മറ്റു പല രാജ്യങ്ങളുടെ സപ്പോർട്ടും അതിന്റെ കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കളികളും കൂടി ചെയ്യുന്ന രീതിയിൽ ഇപ്പൊ ഈ അമേരിക്ക ഇപ്പൊ ഈ വിസയുടെ കാര്യത്തിലൂടെ തന്നെ അത് ലക്ഷ്യമിടുന്നത് അത് തന്നെയാണ്. കുറച്ചും കൂടി കോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാര് നമ്മുടെ അമേരിക്കയിലേക്ക് വരുമ്പോൾ അത് അവർക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് കൊടുക്കും ബിസിനസ് പരമായിട്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭയത്തില ലോകരാജ്യങ്ങൾ നോക്കി കാണണം. കാരണം ഈ ചൈനയ്ക്കൊക്കെ 25% തിരുവയാണ് ട്രംപ് ചുമത്തിയത്. അപ്പം എപ്പോഴും കാനഡ അങ്ങനെ നോക്കുമ്പോഴത്തേനും എപ്പോഴും അവരുമായിട്ടൊരു വ്യാപാരത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾക്ക് ഒരു ഭയം ഉണ്ടായിരിക്കണം അമേരിക്ക. അതാണ് ട്രംപിന്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കിനി കണ്ടറിയാം ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് ആരൊക്കെ ആവും അമേരിക്കയിലേക്ക് ഈ ഒരു വിസ നേടി പൗരത്വം നേടുക, അമേരിക്കയിൽ പൗരത്വം നേടുക എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ട്രംപ് പറയുന്നതിന് അവിടെ കൂടുതൽ ജോലി കൊടുക്കുന്ന ആളുകൾ വരണമെന്നാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. അമേരിക്കയിലെ പൗരന്മാർക്ക് ജോലിക്കുള്ള ഒരു സാധ്യത കിട്ടുക, അതുവഴി കൂടുതൽ ലക്ഷ്യം വെക്കുന്ന അമേരിക്കയുടെ വികസനം മാത്രമാണ്. അതെ, തീർച്ചയായിട്ടും ബിസിനസ് പരമായിട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോവാ. ഓൾറെഡി അത് മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. എങ്കിൽ പോലും പിന്നെയും ഒരു സമ്പന്ന രാജ്യമാക്കുക എന്നാണ് ട്രംപിന്റെ ഉദ്ദേശം. അതെ, ട്രംപിന്റെ ഈ രണ്ടാം വരവോടുകൂടി അങ്ങനെ ഒരു നിയമം വീണ്ടും വന്നിരിക്കുകയാണ്. അവിടെ ആ ഒരു ഗോൾഡൻ വിസ എന്ന രീതിയിൽ, അതാണ് അതിന്റെ ശരിക്കുള്ള പേര്, ഗോൾഡ് കാർഡ്. അതെ, ഗോൾഡ് കാർഡ് വിസ എന്ന് തന്നെയാണ്. അപ്പൊ അതിന് 45 ലക്ഷം ഡോളറാണ് പറഞ്ഞ, അല്ല 50 ലക്ഷം ഡോളറാണ് അതിന്റെ ഇത്. ഓക്കെ, അത് മേടിക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നതായിരിക്കും. അത് ഗ്രീൻ കാർഡ് പോലെ തന്നെ സ്ഥിരതാമസമാക്കാനുള്ള പൗരത്വമാണ്. അതെ, അപ്പം പേര് അതിന് മുന്നോട്ട് വരുമെന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇപ്പൊ അമേരിക്കയിൽ കൂടുതലും കമ്പനി സ്റ്റാർട്ട് ചെയ്യുക, അവിടെ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള കുറെ പേര് കാണും സമ്പന്നരിൽ തന്നെ. അപ്പൊ പല ആളുകളും അങ്ങനെ ഈ ഒരു ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തോട് യോജിക്കുന്നവർ ഒരുപാട് പേര് കാണും. പക്ഷെ സാധാരണക്കാരായവർക്ക് അത് പറ്റില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കത് കണ്ടറിയാം. ഇനി എന്തായിരിക്കും അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്നും എങ്ങനെയായിരിക്കും അമേരിക്ക വളരാൻ പോകുന്നതെന്നും കണ്ടറിയാം.